1948 മുതൽ 2023 വരെ 75 വർഷങ്ങൾ പോർഷ 75 വയസ്സ് തയ്ക്കാണ്. അപ്പോൾ ഈ ഒരു ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോർഷ ഇന്ത്യ ഓർഗനൈസ്ഡ് ഫെസ്റ്റിവൽ ഓഫ് ഡ്രീംസ് ഇവൻറ്റ് ജിയോ വേൾഡ് സെൻറ്റർ മുംബൈയിൽ. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് കാണാനായിട്ട് നമ്മൾ പോവാണ്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വേൾഡ് കണ്ടാകുന്ന സ്വാഗതം. ഇത് ഫെസ്റ്റിവൽ ഓഫ് ഡ്രീംസ് ആണ്, പോർഷ ഫെസ്റ്റിവൽ ഓഫ് ഡ്രീംസ്. അപ്പോൾ ഇവിടെ ഇന്ന് കായമൻ ആ ഒരു GT4 RSൻ്റെ ആ ഒരു പ്രീമിയർ കൂടി ഉണ്ട്. നമുക്ക് പോർഷയുടെ മോഡൽ അതിനെ പറ്റി ഒന്ന് നടന്ന് കാണാം. അതായത് പോർഷ ഇന്ത്യയിൽ വിൽക്കുന്ന ഒരുവിധം എല്ലാ മോഡലുകളും ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഒരു വണ്ടികളുടെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പറയാം, നടന്ന് കാണാം. അപ്പോൾ പ്രീമിയർ എന്ന് കാണാം. അപ്പോൾ പ്രീമിയർ എന്ന് പറയുന്നത് 911 ഫാമിലിയിലെ ആ ഒരു എഞ്ചിനുള്ള കായമൻ വരെയാണ്. അതായത് 500 bhpയും ഏകദേശം 450 Nm ടോർക്കുമുള്ള ആ ഒരു സ്ട്രൈറ്റ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോക്സർ എഞ്ചിനുള്ള 718 ഫാമിലിയിലെ കായമനാണിത്. ആ ഒരു പ്രീമിയർ കൂടി കാണാം. ബാക്കിയുള്ള വണ്ടികളൊക്കെ നടന്ന് കാണാം. എന്തായാലും സ്വാഗതം. നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത് തന്നെ കസ്റ്റമേഴ്സിൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ GT3, GT2 RS അങ്ങനെയുള്ള വണ്ടികളാണ് എന്നുള്ളതാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ വണ്ടികൾ ഡിസ്പ്ലേ ചെയ്യണം ഇവിടെ. എല്ലാ വണ്ടിക്കും എസ്കോർട്ട് പോലെ ഓരോ സുന്ദരികളുണ്ട്. അതുമാത്രമല്ല ഈ വണ്ടികളിലേക്ക് ഭംഗി എന്ന് പറയുമ്പോൾ തീർത്തും ഒരു എന്താ പറയുക, നമ്മൾ വന്ന് വെട്ടണ ഒരു ഹെവനിലാണെന്നുള്ള ഫീൽ ഉണ്ടാകുന്ന ആ ഒരു കാര്യമാണ്. GT2 RS ഉണ്ടല്ലേ, അതിൻ്റെ ഒരു സ്പോയിലറും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടോ. വണ്ടികളോടുള്ള കൗതുകത്തിന് അവർ അവസാനമില്ല. അതിന് മുന്നേ തന്നെ മെർച്ചൻഡൈസും പാർട്സൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. തീർത്തും ഒരു കൗതുകമുള്ള ലോകമാണിത്. എന്താണ് പോർഷ കാറുകളുടെ പ്രത്യേകത? ടൈംലെസ് മെഷീൻ എന്ന് 911 വിളിക്കുന്നു. ഇത് കരേര എസ് കാബ്രിയോലയാണ്. അപ്പോൾ ഈ ഒരു വണ്ടികളൊക്കെ തന്നെ ആ ഒരു മുന്നിലിട്ട് രണ്ട് വണ്ടികളെന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രീ ഓൺഡ് വണ്ടികളാണ് പോർഷയുടെ. ഇവർ ഈ പ്രീ ഓൺഡ് കാറുകളെ കുറിച്ച് പറയുന്നത് ഓണേഴ്സേ പഴയതാവുന്നുള്ളൂ, വാഹനം പഴയതാവുന്നില്ല എന്നുള്ളതാണ്. ലിറ്ററലി ടൈംലെസ് ആണ് പോർഷ കാറുകളൊക്കെ തന്നെയും. ഇപ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന വണ്ടികളാണ്, കുറച്ച് പഴയ വണ്ടികളാണ്. ഇതിന് ഡിപ്രിസിയേഷൻ അല്ല, അപ്രിസിയേഷനാണ് ഈ വണ്ടിയൊക്കെ ഉണ്ടാവുക. പോർഷ ഈ ഒരു വണ്ടി, അതായത് 911 കരേര എസ് കാബ്രിയോല എന്ന് പറയുന്ന സോഫ്റ്റ് ടോപ്പിൻ്റെ ആ ഒരു ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അവിടെ നിൽക്കുന്ന പെൺകുട്ടികളെ ഒന്നും ആളുകൾ നോക്കുന്നില്ല. ആ പെൺകുട്ടികൾക്ക് അത് ഇൻസൾട്ട് പോലെ തോന്നിയേക്കാം. പക്ഷേ ഇവിടെ കാറുകൾക്കാണ് കൂടുതൽ പ്രാധാന്യമെന്ന് തോന്നി. ആ കാറിനകത്തുള്ള ആ ഒരു സീറ്റിൻ്റെ ആ ഒരു സ്വഭാവമൊക്കെ ഉണ്ടോ. 911 മോഡലുകളൊക്കെ തന്നെയും റിയർ എഞ്ചിനാണല്ലോ. ആ ഒരു ടിൻ എക്സോസ്റ്റ് കാണാം, കൂടാതെ ഫിന്നുകളൊക്കെ തന്നെ കാണാം. തീർത്തും അകത്തേക്ക് നോക്കുമ്പോഴേ ആ ഒരു ഡിസൈൻ എലമെൻറ്റുകളും അല്ലെങ്കിൽ ഫ്രെയിംലെസ് ഡോറും എല്ലാം കൂടെ തീർത്തും ഒരു എന്താ പറയുക, ആ ഒരു കാണുമ്പോൾ വീണ്ടും കാണാൻ തോന്നുന്ന രൂപത്തിലുള്ളൊരു വണ്ടിയാണ് 911. പക്ഷേ അതല്ല കാര്യം, ഇതൊരു ഡ്രൈവിംഗ് മെഷീനാണ്. തീർത്തും ഫണ്ണുള്ള, ഇപ്പോൾ സൂപ്പർ കാറുകളൊക്കെ മറന്നേക്കും, ഡ്രൈവിംഗ് ഫൺ ആഗ്രഹിക്കുന്ന ആളുകളുടെ സ്വപ്ന വാഹനം പോർഷ 911 ആണ്. ഇത് 911 GT3 RS ആണ്. ഈ ഒരു വാഹനത്തിൽ നിന്നാണ് ഇന്നിവിടെ പുതുതായിട്ട് പ്രീമിയർ ചെയ്യുന്ന 718 Cayman GT4 RSലേക്ക് ആ ഒരു എഞ്ചിൻ എത്തിയിട്ടുള്ളത്. അതായത് സ്ട്രൈറ്റ് 6 500 bhp. ഈ ഒരു വണ്ടിയേക്കാളും ഒരു ഇത്തിരി കൂടി പവർ കുറവാണ് ആ ഒരു പുതിയ വണ്ടിക്ക്. അതിന് കാരണം എന്ന് പറയുന്നത് കൗതുകമായിട്ട് ആ രണ്ട് വാഹനങ്ങളുടെ എക്സോസ്റ്റുകളുടെ വലുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് തീർത്തും ഒരു പ്യുവർ ബ്ലിസ്സാണ്, ഒരു ഡ്രൈവേഴ്സ് കാർ തന്നെയാണ്, സംശയമൊന്നുമില്ല. ട്രാക്ക് ഫോക്കസ്ഡ് 911 അതാണ് GT3 RS, പ്യുവർ ബ്ലിസ് പീരീഡ്. ശരിക്കും ഓരോ വണ്ടികളുടെയും ബാക്ക്ഗ്രൗണ്ട് എടുക്കേണ്ടതാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ പറ്റില്ല. കാരണം ശരിക്കും റഷാണ്, ഒരുപാട് മീഡിയാസ് ഉണ്ട് ഇവിടെ. അതായത് ഈ ഒരു ലോജിൻ്റെ കാര്യമൊക്കെ പറയട്ടെ, അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ട് ഇവിടെ. ഇനി ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം ഗാരേജ് നമ്പർ 718 തുറക്കാനായിട്ട്. ഫെസ്റ്റിവൽ ഓഫ് ഡ്രീംസ് ഒരുപാട് പേര് സീറ്റൊക്കെ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. ക്യാമറകൾ റെഡിയാണ്. ആ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു കാഫറ്റ് ഏരിയയിൽ ഫുഡിങ് നടക്കുന്നുണ്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ വണ്ടികൾക്ക് ചുറ്റും ആളുകളുണ്ട്. GT3 RS സ്റ്റിൽ ആ ഒരു ആളുകളുടെ പ്രിയപ്പെട്ട വണ്ടിയുടെ തുടരാണ്. ഈ ഒരു വണ്ടി കണ്ടോ 911, ഇവിടെ ഒരിത്തിരി ആളൊഴിഞ്ഞ് കിട്ടി. പോർഷ അപ്രൂവ്ഡ് 911 ആണിത്, യൂസ്ഡ് കാർ. ഇപ്പോൾ ടൈംലെസ് ഡിസൈനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളിൽ ഒന്നാണല്ലോ പോർഷയുടെ ഈ 911 മോഡൽ. അപ്പോൾ ഈ മോഡലിൽ കുറച്ച് പഴയതിനോട് നമുക്ക് പ്രിയമുണ്ട്. അതായത് പുതിയ വണ്ടികൾക്ക് അതിൻ്റേത് ചാമുണ്ട്, പക്ഷേ പഴയ വണ്ടികൾ ഇപ്പോഴും നിരത്തിൽ ആ ഒരു ഭംഗിയും അല്ലെങ്കിൽ ആ ഒരു കരുത്തും കാത്തുസൂക്ഷിക്കുന്ന വണ്ടികൾക്ക് തീർത്തും പ്രിയമുണ്ട് ആളുകളുടെ ഇടയിൽ. ഇതിൻ്റെ ഒരു ക്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡാഷ്ബോർഡൊക്കെ തന്നെ ഉണ്ട്, സീറ്റൊക്കെ ഉണ്ട്, എല്ലാം നീറ്റാണ്. നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല മിൻറ്റ് കണ്ടീഷനുള്ള ഒരു 911 ആണിത്. ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്. കീ വണ്ടിയിലുണ്ട്, എന്നാൽ പിന്നെ അതങ്ങെടുത്ത് വിട്ടാലോ. ഇവിടുന്ന് ഒരൊറ്റ ചാടിക്കില്ല പുറത്തേക്ക്, പിന്നെ ഹൈവേ കയറി നേരെ കൊച്ചിക്ക്. പോലീസ് പിടിച്ചിട്ട് നാട്ടിലെത്താം. അല്ലേ സുന്ദര? പാവം എൻ്റെ ആത്മകഥ അങ്ങനെ കേൾക്കാൻ. കയൻ ടർബോ, മക്കാൻ GTS അതുപോലുള്ള എല്ലാ വണ്ടികളോട് കാണാം. പോർഷ തന്നെ പറയുന്ന പോലെ 5 ഡോറുകൾ 5 സീറ്റ്. ഇത് പുതിയ ജനറേഷൻ മക്കാൻ GTS ആണ്. 4.5 സെക്കൻഡിൽ 0 to 100 കിലോമീറ്റർ കീഴടക്കുന്ന 440 PS പവറുള്ള ഒരു SUV. ആ പച്ച കളറിൽ ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ശരിക്കും ആ ഒരു ചെറിയ ബ്ലാക്ക് ഇൻസെർട്ടും കൂടാതെ റെഡ് കാലിപ്പേഴ്സും ആ ഒരു ബ്ലാക്ക് ഇൻസെർട്ടിലുള്ള ഒരു വിൻഡോ ഏരിയാസൊക്കെ കൂടി കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് ഈ വണ്ടിക്ക് കൊടുക്കുന്നത്. ഭംഗി എന്ന് പറയുമ്പോഴേ ഒരു കുട്ടി പോർഷ, ഏത് ഒരു വശത്ത് നോക്കിയാലും പോർഷ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു വണ്ടി. ആ ബാക്കിലെ ബ്ലാക്ക് സ്പോയിലർ ആ ഒരു പച്ച കളറിന് തീർത്ത് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. ബാഡ്ജുകളിൽ അതിപ്രശ്നമൊന്നുമില്ല. ലൈറ്റ് കണ്ടോ, ആ പുതിയ ലൈറ്റിൻ്റെ ആ ഒരു സിംഗിൾ ലൈറ്റ്, അത് 2 LED ബന്ധിപ്പിച്ച ലൈറ്റിൻ്റെ പീസ് മുറിഞ്ഞ പോലെ പോലും തോന്നുന്നില്ല. തീർത്തും ഭംഗിയുള്ള ഒരു SUV. അതായത് കാണാൻ നല്ല ക്യൂട്ട്നെസ് മാത്രമല്ല, ഓടിക്കാനും നല്ല ബ്ലാസ്റ്റായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. പെർഫോമൻസ് നോക്കുമ്പോൾ
ഇപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 272 km/h ടോപ്പ് സ്പീഡ് വന്ന വണ്ടിയാണ്. അൽക്കന്താരയുടെ ആ ഒരു അതിപ്രസരമുള്ള ഇൻറ്റീരിയർ കാണാം, സ്റ്റിയറിംഗ് എല്ലാം കണ്ടോ, ആ ഒരു പാനലുകളിൽ കാർബൺ ഫൈബറിൻ്റെ ടച്ച് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലക്ഷറിയും കരുത്തും ഒത്തുചേരുന്ന പോർഷ, അതാണ് ഈ ഒരു വണ്ടി. കണ്ടോ, നല്ല ഭംഗിയുള്ള സീറ്റുകളൊക്കെ തന്നെയല്ലേ. കപ്പ് ഹോൾഡർ കാണാം, കൂടാതെ ഒരു ഗിയർ ലിവറിൻ്റെ ഒരു രൂപം കണ്ടില്ലേ. ഈ പച്ചയേക്കാളും ഭംഗി ചോപ്പാണോ, അതോ ഇനി വേറെ കളറൊന്നും ഇല്ല ഇതിന്, അതോ വെള്ള തന്നെയാണോ ഭംഗി? ഏയ്, രൂപത്തിനാണ് ഭംഗി, കളറിനല്ല. മക്കാൻ ക്യൂട്ടാണ്. ഇത് പോർഷ കയൻ ടർബോ. മക്കാനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിയ വണ്ടിയാണ്, ഒരു ഇത്തിരി മസ്കുലനായിട്ടുള്ള വണ്ടിയാണ്. ഇതൊരു V8 ടർബോ ചാർജ് എന്നുള്ള മോഡലാണ്. ഇപ്പോൾ ഇതിൻ്റെ മുൻവശം പോർഷകളൊക്കെ തന്നെയും ഏകദേശം ഒരു രൂപമാണെന്ന് നമുക്ക് പലരും തോന്നുമെങ്കിലും ഒറ്റനോടെ തന്നെ ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ഒരുപാട് എലമെൻറ്റുകളും ഒരുപാട് ബോഡി ലൈനുകളും ക്രീസുകളും ഒന്നും ഇല്ല, സട്ടിലായിട്ടുള്ള ഡിസൈൻ എലമെൻറ്റുകളാണ് ഈ വണ്ടിക്കകത്തുള്ളത്. ഇപ്പോൾ സ്പോയിലറും അല്ലെങ്കിൽ ലൈറ്റും ഒക്കെ മക്കാനുമായിട്ട് സാമ്യമൊക്കെ തോന്നിക്കും. പക്ഷേ അലോയിൽ തീർത്തും നല്ല ഭംഗിയുള്ള അലോയിലാണ്. വലിയ സ്പോയിലർ കാണാം. ബാഡ്ജുകൾ ഈ വണ്ടിക്ക് കാര്യമായിട്ടില്ല. പച്ച പരവതാനിയിലാണ് ഈ ഒരു വാഹനത്തിന് നിൽപ്പ്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു മോഡലിന് ഒരു ഹൈബ്രിഡ് മോഡലുകളും ഉണ്ട് എന്നുള്ളതാണ് അറിവ്. അപ്പോൾ അകത്ത് തന്നെ ബ്രൗൺ ഇൻറ്റീരിയറൊക്കെ തന്നെ കാണാം. കൂടാതെ ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ കണ്ടോ, ആ ഒരു സാമ്യതയും നമുക്ക് മനസ്സിലാവും. അതായത് പോർഷകളുടെ. കൂടാതെ ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റാണ് സീറ്റുകൾക്കെന്ന് കാണാം. നിങ്ങൾ ആ കാറുകളിലേക്ക് അടുത്തേക്ക് നോക്കിയേ, തീർത്തും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പോർഷ കാറുകളുടെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടികളാണ്. പോർഷ ടൈക്കാൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് കാറാണ്. ടർബോ എന്ന വാക്ക് നോക്കിയിട്ട് നിങ്ങൾ ഞെട്ടണ്ട. അതായത് ഇതൊരു ഇലക്ട്രിക് കാറാണ്. 5.4 സെക്കൻഡ്സിൽ 0 to 100 എത്തുന്ന, 568 കിലോമീറ്ററോളം റേഞ്ച് കിട്ടുന്ന, 408 PS പവറുള്ള, 230 km/h ടോപ്പ് സ്പീഡുള്ള ഒരു കാറ്. ഈ ഒരു കാറിൻ്റെ പെർഫോമൻസ് തന്നെയാണ് മെയിൻ. അത് ഇലക്ട്രിക് കാറുകളുടെ കാര്യം പറയുമ്പോൾ തീർത്തും റേഞ്ചും അല്ലെങ്കിൽ എക്കണോമിയൊക്കെ നോക്കുന്ന ഒരു കാലത്ത് നിന്ന് പവർഫുള്ളായിട്ടുള്ള കാറുകൾ, ഇലക്ട്രിക് കാറുകൾ ഉണ്ടെന്നുള്ള ടെസ്ല തെളിയിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇതൊരു 4 സീറ്റ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാറെന്ന നിലയ്ക്ക് സോൾ ഇലക്ട്രിഫൈഡ് എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം പൂർണ്ണമാക്കുന്ന ഒരു കാർ തന്നെയാണ് ടൈക്കാൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഓടിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു ഇലക്ട്രിക് കാറാണത്. ഇതിൻ്റെ ഇൻറ്റീരിയർ നല്ല മനോഹരം തന്നെ ആട്ടോ, തീർത്തും മോഡേൺ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഇപ്പോൾ പഴമ ആ ലുക്കിലൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ, സ്ക്രീന് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് തീർത്തും ഒരു ന്യൂ ജനറേഷൻ പോർഷ എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിയെ കാണേണ്ടത്. ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് തീർത്തും ആ ഒരു ട്രാക്കിൽ കൂടി ഓടിക്കാൻ, ട്രാക്ക് ഫോക്കസ് കൂടി ആയിട്ട് ഇലക്ട്രിക് കാർ തന്നെ ആയിരിക്കണം ഈ ഒരു ടൈക്കാൻ എന്നുള്ളതാണ്. കാരണം ഡ്രൈവേഴ്സ് കാറാണ് പോർഷ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ആ സീറ്റിലിരുന്ന മീഡിയ പേഴ്സൺ കുറച്ചുകൂടി കൈൻഡായിരുന്നു, പുള്ളി എണീച്ച് പോയി. സെക്സി ആയിട്ടുള്ള ആ ഒരു ഫ്രെയിംലെസ് ഡോറ് കണ്ടോ, ആ ഡാഷ്ബോർഡിൻ്റെ ഫിനിഷിംഗ് ടച്ചുകൾ കണ്ടില്ലേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാൻ പറ്റിയൊരു വാഹനമാണിത്. ഇപ്പോൾ ഹെഡ് റെസ്റ്റ് ഫിക്സറാണ്, ബാക്ക് സീറ്റിൽ ആ ഒരു തീമെല്ലാം കണ്ടില്ലേ, സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ. പ്രാക്ടിക്കലായ ഒരു ഇലക്ട്രിക് സ്പോർട്ട് കാർ, അതാണ് പോർഷ ടൈക്കാൻ തോന്നി. പിന്നെ ഓട്ടോ കാർ കാശ്മീർ മുതൽ കന്യാകുമാരി ഓടിച്ച ആ ഒരു വണ്ടി കൂടി അവിടെ ഉണ്ട്. ഇത് വെറും ടൈക്കാനല്ല, ആൽ ടൈക്കാനാണ്. ഈ കന്യാകുമാരി ടു കാശ്മീർ യാത്ര നാനോയിൽ നടത്തിയ ഒരാളെന്ന നിലയ്ക്ക് ഫുള്ളി ഇലക്ട്രിക് ആയിട്ടുള്ള ഈ ഒരു വാഹനം 4000 കിലോമീറ്റർ അവർ ഓടിച്ച കാര്യത്തിൽ എനിക്ക് തീർത്തും അവരോട് ബഹുമാനമുണ്ട്. ഓക്കെ, പോർഷ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, വണ്ടികൾ കൂടെ ഉണ്ടാവും, താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, അതായത് ലക്ഷറി ആയിരിക്കും കാര്യങ്ങളൊക്കെ, നമ്മൾ ചെയ്ത പോലെ ഓർഡിനറി ആയിട്ട് പോയി വന്നതായിരിക്കില്ല. എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നുന്നു ഒരു ഇലക്ട്രിക് കാർ എടുത്ത് ഇത്രയും എക്സ്ട്രീമായ കണ്ടീഷനോടെ, എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മണാലി വഴിയല്ല അവർ വന്നാണ് അതിൻ്റെ അറിവ്. കാരണം മണാലി വഴി വരിക എന്ന് പറയുന്നത് തീർത്തും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. വരാൻ പറ്റിയേക്കും. അങ്ങനെ നോക്കുമ്പോൾ ഓട്ടോക്കാരുടെ ഗുഡ് ജോബ്. ഈ ഒരു ഡോറും തുറക്കാം, വെറുതെ ആ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ടൈക്കാൻ്റെ ആ ഒരു സ്ക്രീൻ കണ്ടില്ലേ, ഇതൊക്കെ ആ സൈഡിൽ നിന്നാണ് ഞാൻ മറ്റു വണ്ടി കാണിച്ചത്, അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് കാണിച്ചത്. ആ ക്ലോക്ക് ഇപ്പോഴും അനലോഗ് തന്നെയാണ്, വട്ടത്തിലാണ് സ്റ്റിയറിങ്. എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ബോട്ടമല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു കാര്യം ചെയ്ത എക്സ്ട്രാ ഓർഡിനറി കാറാണ് ഈ ഒരു ഫുള്ളി ഇലക്ട്രിക് ഓട്ടോ കാർ ടൈക്കാൻ. ഇത് തീർന്നില്ലേ? ഇല്ല, കുറച്ച് മോഡൽ കൂടി ഉണ്ട്. പോർഷ പനമേറ ടർബോ എസ് എന്ന് പറയുന്നത് 5 ഡോറുകളുള്ള സെഡാൻ്റെ ആ ഒരു രൂപഭാഗങ്ങളുള്ള ഹാച്ച് ബാക്ക് ആയിട്ടുള്ള ഒരു സ്പോർട്സ് കാറാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബാക്കിലും മുന്നിലെ സീറ്റ് തീർത്തും യൂസബിൾ ആയിട്ടുള്ള, എന്നാൽ വളരെ ഫണ്ണായിട്ട് ഓടിക്കാൻ ഒത്തവണ്ണം ഉള്ള ഒരു V8 4 ലിറ്റർ എഞ്ചിനുള്ള മോഡൽ, പെട്രോൾ മോഡലാണിത്. ഹാച്ച് ബാക്ക് ടൈപ്പ് ഡോറുകളുള്ള സെഡാനുകളെ നോച്ച് ബാക്കുകളെന്ന് വിളിക്കാറുണ്ടല്ലോ. ഇതിനകത്ത് ആ ഒരു സീറ്റിൻ്റെയും അല്ലെങ്കിൽ കളറുകളൊക്കെ നോക്കിയേ, ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ നോക്കിയേ, ആ ഒരു റൂഫ് ബ്ലാക്കാണ്, തീർത്തും പ്ലഷ് ആയിട്ടുള്ള സീറ്റും ആ ഒരു കൺസോളും ആ ഒരു ഭംഗി തീർത്തും കൊള്ളാം അല്ലേ. ബാക്ക് സീറ്റിൽ കർട്ടൺ പോലുള്ള കാര്യങ്ങളുണ്ട്, കൂടാതെ 2 സീറ്റുകൾക്ക് നടുവിൽ കൺസോൾ കാണാം. അതുമാത്രമല്ല ആ ഒരു കപ്പ് ബോർഡും കാര്യങ്ങളുണ്ട്, പ്ലഷ് ആയിട്ടുള്ള പിൻ സീറ്റാണ്. ആ ഒരു സീറ്റിൻ്റെ ചാരൊക്കെ തീർത്തും ലക്ഷൂറിയസ് ആണെന്നുള്ളതാണ്. അപ്പോൾ നന്നായിരിക്കാവുന്നൊരു സെഡാൻ എന്നൊക്കെ പറയാം. ഇനി ഇതിൻ്റെ ഈ ഒരു ട്രങ്കാണ് ഞാൻ തുറന്നു നോക്കിയത്. ഈ ട്രങ്ക് തുറന്നു നോക്കുന്ന പറയുമ്പോൾ നോച്ച് ബാഗ് എന്ന് പറയാൻ വേണമെങ്കിൽ ആ ഒരു നോച്ച് ബാഗ് തുറന്നു നോക്കിയപ്പോൾ പവേർഡാണത്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ആ സ്പേസ് പക്ഷേ സ്പെയർ ടയർ അപഹരിച്ചു എന്നുള്ളതാണ്. കൂടാതെ ആ ഒരു കർട്ടനൊക്കെ ഉണ്ടല്ലോ, കവറൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഉള്ളിൽ. ബോണറ്റ് തുറന്ന് എൻജിൻ കണ്ട ഒരു വണ്ടി കൂടിയാണ് പനമേറ.
അതായത് ആ ഒരു പോർഷയുടെ ലോഗോ കാണില്ലേ, തീർത്തും മനോഹരം എന്നൊക്കെ തന്നെ പറയാം. ആ എഞ്ചിൻ്റെ സൈസ് കണ്ട ഹ്യൂമങ്കസ്, വലിയ എഞ്ചിനാണ്, കൂടാതെ തീർത്തും വലിയ ഒരു ഹുഡാണ് എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മുകളിലുണ്ട് പോർഷ എന്നുള്ള ലെറ്ററിങ് എല്ലാം 4 ലിറ്ററിൻ്റെ ആ ഒരു സിമ്പലുണ്ട്. ഇത് 718 സ്പൈഡറാണ് ബോക്സർ. ഇതൊരു സോഫ്റ്റ് ടോപ്പ് കൺവെർട്ടബിൾ കൂടിയാണ്. ഇതൊരു മിഡ് എഞ്ചിൻ സ്പോർട്സ് കാറാണ്, റിയർ വീൽ ഡ്രൈവ്. കാഴ്ചയ്ക്ക് ക്യൂട്ടാണ്, കൺവേർട്ടബിൾ ആണ്, അതല്ലെങ്കിൽ സോഫ്റ്റ് ടോപ്പാണ്. അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, സംഗതി ഭീകരനാണ് ആൾ. ഓടിക്കാനുള്ള ഫൺ ഫാക്ടർ എന്നുള്ളത് വേറെ ലെവലാണ് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടുള്ളത്. ഈ ഒരു മോഡൽ നമ്മൾ ഓടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ രൂപത്തിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു നോവൽറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ സോഫ്റ്റ് ടോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലാസ് താത്തിൽ ഓടിക്കുമ്പോൾ ആളുകളുടെ ഒരു ആകർഷണം മാത്രമല്ല, ആ സൗണ്ട് ഉണ്ടാക്കി ഓടിക്കാനുള്ള ഫണ്ണും ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ കാറുകളിലൊക്കെ പ്രത്യേകമായിട്ട് പറയാം. അപ്പോൾ ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ തന്നെ തീർത്തും പോർഷ തന്നെയാണ്. അതുമാത്രമല്ല ആ സ്റ്റിയറിങ്ങിൻ്റെ ഒരു അൽക്കൻഡാര റാപ്പും കൂടെ, ആ സീറ്റിൻ്റെ ഒരു റാപ്പും തന്നെ കാണാം. അനൗൺസ്മെൻറ്റ് വന്നു, വണ്ടികൾ കണ്ടത് മതി, വരൂ നമുക്ക് പ്രസൻറ്റേഷൻ ആരംഭിക്കാം. 718ൻ്റെ ഗ്യാരേജ് തുറക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നു. ഫെസ്റ്റിവൽ ഓഫ് ഡ്രീംസ് ഇവിടെ തുടങ്ങുകയാണ്. കാറുകൾ വരുന്നു, കാറുകളുടെ ആ ഒരു വീഡിയോകൾ വരുന്നു, പോർഷയുടെ ആ ഒരു ലെഗസി പറയുന്നു, ചരിത്രം പറയുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊഡക്ട്സ് ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പോർഷയുടെ നിര 911, 718, കയനെ, മക്കാൻ, പനമേര, ടൈക്കാൻ EV, ഇത്രയും വണ്ടികളുണ്ട് ഇവിടെ ഇന്ത്യയിൽ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു തവണ മീഡിയ ഫ്ലീറ്റിനകത്ത് എല്ലാ വണ്ടികളും വന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് തീർത്തും ഹർഷപുളകിതമായ കൈയടിക്ക് കാരണമായി. 12 കാറുകളുണ്ടാവും. മിക്കവാറും നമുക്കും ഒരു വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. കിട്ടിയാൽ നല്ലത്, ഓടിച്ച് നോക്കാമല്ലോ. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ വീഡിയോസ് കാണിച്ചു. ഈ വക പരിപാടികളിൽ എന്താണ് നടക്കുന്നത്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, എങ്ങനെയാണ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത്. സാധാരണ റോട്ടിൽ ഓടിക്കുന്ന ആളുകളുടെ പോലെയല്ല ട്രാക്കിൽ ഓടിക്കുന്ന ആ ഒരു ഹാൻഡ്ലിംഗ് വല്ല കാര്യങ്ങളെന്നുള്ളത്. അത് തീർത്തും വിഭിന്നമാണ്. അത് ഒരു സ്കില്ലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ വക ട്രെയിനിങ് എല്ലാം കിട്ടുന്നത് തീർത്തും ഉചിതമായ കാര്യമാണ്. മീഡിയ പേഴ്സണൽ എന്ന് പറയുമ്പോൾ, മീഡിയക്കാരെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് റിവ്യൂ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് ഓടിച്ച് നോക്കി ആ ഒരു വണ്ടി ഓടിച്ച് നോക്കി അറിവുകൾ കിട്ടാനായിട്ട് ഈ വക ട്രെയിനിങ്ങുകളൊക്കെ തീർത്തും സഹായകമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നേ നടത്തിയ ഒരു വീഡിയോസ്, ഹിസ്റ്ററി വീഡിയോസ് കാര്യങ്ങളൊക്കെ, ട്രാക്ക് ഡ്രൈവിൻ്റെ കാര്യങ്ങളൊക്കെ പോർഷ അവിടെ പ്രസൻറ്റേഷനായിട്ട് ആ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോർഷയുടെ എക്സ്ക്ലൂസീവ് മാനുഫാക്ചറർ എന്ന് പറയുന്ന കസ്റ്റമൈസിങ് ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പെയിൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യം ചെയ്യാമെന്നുള്ള ആ ഒരു സ്ലൈഡാണ് പിന്നീട് വന്നത്. അതിനുശേഷം ഈ ഒരു കാര്യം പോർഷ വളരെ അഭിമാനപൂർവ്വം പറയാണ്. 779 കാറുകൾ 2022 പോർഷ V2 എന്നുള്ളതാണ് ഇന്ത്യയിൽ. പിന്നീട് നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു. ഗ്യാരേജ് നമ്പർ 7 തുറക്കുന്നു. അതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു വണ്ടിയുടെ, ആ ഒരു വണ്ടിയുടെ ക്യാപ്പബിലിറ്റീസൊക്കെ കാണിച്ചിട്ട് സ്പെസിഫിക്കേഷനൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഇങ്ങനെ നടക്കുമ്പോൾ ആളുകളുടെയും ക്യാമറയുടെയൊക്കെ ആ ഒരു എന്താ പറയുക ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു ഗ്യാരേജ് ഡോറിലേക്കായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല ക്ലാസ് ആയിട്ട് തന്നെയാണ് ഇവൻ്റ് ഇവർ ഓർഗനൈസ് ചെയ്തത്. അതൊരു ഗ്യാരേജ് ഉണ്ടാക്കുകയും അതിനുശേഷം ടൈമിംഗ് കാണിക്കുകയും അങ്ങനെ കുറേ അധികം വീഡിയോസ് കാണിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ 718 Cayman GT4 RSൻ്റെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തീർത്തും നാടകീയമായിട്ട് വശങ്ങളിലേക്ക് തുറന്നു മാറി, ആ ഒരു ഡോർ തുറന്നു മാറി കാർ ഇങ്ങനെ ഓടിച്ചു വരികയാണ്. കാത്തിരുന്ന് വെറുതെ അല്ല, ഒഴുകി വന്നത് ഒരു മാസ്റ്റർ പീസാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിങ്ങോട്ട് വരും. ഈ ഫ്ലോറിലാണോ നിൽക്കാൻ പോകുന്നത്, നേരിട്ട് കാണാമെന്ന കരുതി അവിടെ നിന്നു. ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. ആ ഒരു എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കാം, പക്ഷേ കാര്യമായിട്ട് അഗ്രസീവായിട്ട് നല്ല വളരെ സൂക്ഷ്മമായിട്ട് ഓടിച്ചുകൊണ്ടാണ് ആ ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി പുറത്ത് കാണുന്ന ആ ഒരു വിസാക് പാക്കാണല്ലോ ഈ ഒരു വണ്ടിക്ക് ചുറ്റുമുള്ളത് എന്നുള്ളത്. അതായത് പുറത്തെന്ന് പറയുമ്പോൾ അമേരിക്ക പോലുള്ള കൺട്രികളിൽ ഈ വണ്ടിയുടെ ഒരു വീഡിയോസൊക്കെ നമ്മൾ കാണുകയുണ്ടായിട്ട്, അപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അവിടെയുള്ള Cayman 718 GT4 RSന് കുറച്ചധികം കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് ഈ കാർബൺ ഹുഡും അല്ലെങ്കിൽ ആ ഒരു വശങ്ങളിലെ കാർബണൊക്കെ തന്നെയും. അതൊക്കെ ഇല്ലാതെ ആ ഒരു സാധാരണ ഒരു Cayman GT4 കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ അതുണ്ടോ എന്നുള്ളത് നമുക്ക് കാര്യമായിട്ട് അറിയില്ല കേട്ടോ. ഇപ്പോൾ വീലുകളാണെങ്കിലും ഇപ്പോൾ ഇതിന് ലെഗ് നെട്ടുകളല്ല, നടുവിലായിട്ട് ഒറ്റ ആ ഒരു നട്ടാണ് കണ്ടോ, വട്ടത്തിലുള്ള വലുത് വലിയ ആ ഒരു ഡിസ്ക് ബ്രേക്ക്, സെറാമിക് കാർബൺ ഡിസ്ക്കാണ്. അതിന് ആ ഒരു മഞ്ഞ കാലിപ്പേഴ്സ് കാണാം. ബാക്കിലെ ആ ഒരു സ്പോയിലറിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ ഒരു സ്പോയിലറിനെ പറയുന്നത് സ്വാൺ നെക്ക് സ്പോയിലർ എന്നാണ്. അതായത് ആ ഒരു പക്ഷിയുടെ പോലുള്ള ആ ഒരു കഴുത്ത് പോലുള്ള സ്പോയിലറിൻ്റെ ആ ഒരു മൗണ്ടിങ് അത് അഡ്ജസ്റ്റ് ചെയ്യാം ചെറുതായിട്ട്. മോട്ടോറൈസല്ല, നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ പിന്നിലായിട്ട് ആ ഒരു എക്സോസ് പൈപ്പുകൾ കാണാം. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ഒരു കാര്യം തന്നെയാണ്. 911 ഫാമിലിയുള്ള ആ ഒരു GT3 RSൻ്റെ ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്, ആ ഒരു എഞ്ചിൻ ഇവിടേക്ക് വരികയാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു Cayman ഫാമിലിയിലേക്ക് ആ ഒരു എഞ്ചിൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തീർത്തും ഭീകരമായിട്ടുള്ള പവറുള്ള ടോർക്കുള്ള ഒരു വണ്ടിയാണിത് എന്നതാണ്. 4 ലിറ്റർ സ്ട്രെയിറ്റ് 4 എഞ്ചിനുള്ള ഒരു കാർ, ഒരു സ്പോർട്സ് കാർ, അതാണ് ഈ ഒരു 718 Cayman GT4 RS. ആ വീലിൻ്റെ ഒരു കാര്യം കണ്ടോ, കുറച്ചൊരു ക്ലോസപ്പ് കാണിക്കാം. ശരിക്കും വീലാർച്ച് സ്ക്വയർ അല്ല കേട്ടോ,
പകുതി സ്ക്വയറും പിന്നെ ഒരു ഇത്തിരി കട്ടിങ് ബോളിലാണ്. ലൈറ്റ് കാണാം, നല്ല ഭംഗിയുള്ള ആ ഒരു പ്രൊജക്ട് ലൈറ്റ്. ഹുഡിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു വെൻ്റൊക്കെ തന്നെ കാണാം. ഈ ഒരു ഫെൻഡറിലും ഉണ്ട് ആ ഒരു വെൻ്റ് എന്നുള്ളതാണ്. GT4 RS സ്റ്റിക്കർ വശങ്ങളിൽ കാണാം. 2,54,00,000 രൂപയോളം എസ്റ്റിമേറ്റഡ് പ്രൈസുള്ള ഒരു കാറാണിത്. അതിൻ്റെ ആ ഒരു ലിപ്പ് സ്പോയിലർ കണ്ടോ. കൂടാതെ വശങ്ങളിലും ഉണ്ട് ആ ഒരു കാർബൺ ഫൈബറിൻ്റെ കാര്യങ്ങൾ. പോർഷ എന്നുള്ള സ്റ്റിക്കറൊക്കെ ശരിക്കും വിശാഖ പാക്കാണ് പുറത്ത്. ആ സ്വാനിനൊക്കെ ഒന്നുകൂടിയും ആ ഒരു ക്ലോസപ്പായിട്ട് കാണാം. കാർബൺ ഫൈബറിൻ്റെ ആ ഒരു സ്പോയിലറിലും GT4 RS എന്നുള്ള സ്റ്റിക്കറുണ്ട്. ലൈറ്റുകളൊക്കെ ഉണ്ട്, LED ലൈറ്റുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാഴ്ചയ്ക്ക് തീർത്തും നല്ല ഭംഗിയാകുന്നുണ്ട്. റോൾ കേജ് അകത്ത് കാണാം. കൂടാതെ ഈ ഒരു ഇൻറ്റീരിയർ അൽക്കൻഡാരയുടെ അതിപ്രസരമുണ്ട്. സ്റ്റിയറിംഗ് കണ്ടില്ലേ, ഗിയർ ഷിഫ്റ്റ് ഉണ്ടോ. ആ ഒരു ഗിയർ ഷിഫ്റ്റ് മാനുവൽ ഷിഫ്റ്റ് പോലുള്ള ഒരു ഷിഫ്റ്റാണ്, പക്ഷേ അത് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ, PDK ആണ്. സീറ്റുകൾ ഫിക്സഡ് സീറ്റാണ്. സീറ്റിന് ബാക്ക് ആൻഡ് ഫോർത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. കൂടാതെ ബാക്കിലെ വീലിലും ആ ഒരു നെറ്റ് കാണാം. ആ ഒരു എയർ സ്കൂപ്പുകളൊക്കെയും കാർബൺ ഫൈബറാണ്. ഇതാണ് ആ ഒരു ഫ്രങ്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്രങ്ക് ആണെന്ന് തോന്നി ഈ ഒരു വണ്ടിയുടെ കാറ്റഗറിയിൽ. ഇതാണ് ആ എഞ്ചിൻ. ഇത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. ആ ഒരു സ്റ്റോറേജ് സ്പേസ് താഴത്തായിട്ട് കാണാം. അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു പിന്നിലുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. അത് മാത്രമല്ല ബാക്കിലെ സീറ്റിൻ്റെ ബാക്കിലൂടെ പോകുന്ന റോൾ കേജും അല്ലെങ്കിൽ ആ ഒരു എയർ വെൻറ്റുകളും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു സാധാരണ വണ്ടിയല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രീമിയർ തന്നെയായിരുന്നു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല അത്യാവശ്യം എല്ലാ ലൈനപ്പും കാണാൻ പറ്റിയെന്നുള്ളതും ആ ഒരു 911 അടുത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഇവിടെ തന്നെ കരുതാം കേട്ടോ. അടുത്ത വീഡിയോ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.